അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തും പ്രശസ്ത എഴുത്തുകാരനുമായ ശ്രീ KT മുഹമ്മദ് കൂടെ നമ്മുടെ ഈ സമാഗമത്തിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് വലിയ ശരീര അസ്വാസ്ഥ്യം ഉണ്ടായിട്ട് പോലും ഇത് MTയുടെ പരിപാടി ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ വരുന്നതെന്നാണ്. ആരോഗ്യപരമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് കൂടി നമ്മളോടൊപ്പം ഈ സമയം പങ്കിടാൻ ശ്രീ KT സമയം കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ ഒരുപാട് സ്നേഹത്തോടെ ബഹുമാനത്തോടെ അദ്ദേഹത്തെ കൂടി ക്ഷണിച്ചോട്ടെ. നേരിട്ട് കണ്ടിട്ട് ഒരുപാട് ദിവസമായിട്ടുണ്ടാവും? ഇല്ല, ഞങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് മീറ്റിംഗ് സ്ഥലത്തൊക്കെ വെച്ച് കാണും. മാതൃഭൂമിയിൽ ജോലിയായിട്ട് സാർ കോഴിക്കോട് വന്നതിന് ശേഷമല്ലേ? അപ്പം അന്ന് നാടകരചനയാണ് അല്ലേ? അല്ല, അന്ന് പിന്നെ പോസ്റ്റ് ഓഫീസിലെ ജോലിയായിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്, എഴുത്തുമുണ്ട്. ഞാൻ 28 കൊല്ലം പോസ്റ്റ് ഓഫീസിൽ ജോലി ചെയ്തിട്ടുണ്ട്. 28 years. അവിടെ ഇരുന്നാണ് ഈ നാടകങ്ങളൊക്കെ എഴുതിച്ചത്? അവിടെ നിന്നാണ് കെട്ടിയുമ്പോഴായത്. കഥ എഴുത്തും എഴുത്തും അവതാരകനും നാടകങ്ങളെ ചുറ്റി കിടക്കുന്നതും അങ്ങനെയാണ്. ഇതൊന്നും ഇങ്ങനെ പറഞ്ഞ് വിശ്വസിപ്പിക്കാമെന്ന് എനിക്ക് അറിഞ്ഞൂടെ, പക്ഷേ ഒക്കെ ഞാൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെ KT ഉണ്ടായത് നമ്മൾ വന്നതിന് ശേഷമാണ് കാണുന്നത്. അതിനു മുമ്പ് അറിയാം. അതെല്ലാം ഞങ്ങൾ ഈ നാടകോത്സവത്തിൻ്റെ കലക്ഷന് വേണ്ടിയിട്ട് ഞാൻ NV കൃഷ്ണവാര്യർ, G ശങ്കരക്കുറുപ്പ്, KP രാമൻ നായർ ഇവരെല്ലാം കൂടി പാലക്കാട് അപ്പോഴും MT എന്ന് പറയുന്നത് ഇന്നത്തെ MT അല്ല. എന്നിട്ട് MT ക്ലാസ് എടുക്കുന്നു എന്നല്ലാതെ. എങ്കിലും ഞാനിപ്പോൾ ഓർക്കരുത്, എനിക്കെന്തോ അപ്പോൾ MT എന്ന് പറയുന്ന ഈ പേരുള്ള ആളോട് എനിക്കൊരു ആദരവ് തോന്നി. അന്ന് ഇത് ഉപ്പുണ്ടാക്കിയതല്ല. ഈ മനുഷ്യൻ ശ്രദ്ധേയനാണല്ലോ, ഒന്നും സംസാരിച്ചില്ല. ആ സമയത്ത് KTയുടെ നാടകങ്ങളൊക്കെ വന്നിരിക്കുന്നു. കറവറ്റ പശു അഭിനയിക്കുന്ന ഞാനൊരു കഥയുണ്ട്. ഞാൻ ഈ ട്യൂട്ടോറിയൽ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ട്യൂട്ടോറിയൽ കുറച്ച് കഴിഞ്ഞപ്പോൾ ട്യൂട്ടോറിയലൊക്കെ നന്നാക്കാൻ ഞങ്ങൾ കുറച്ച് പേരൊക്കെ ഉണ്ട്. അതിൻ്റെ വാർഷികത്തിനോട് നാടകം കളിച്ച് കളയാം. എൻ്റെ അഭിനയം എന്ന് പറഞ്ഞാൽ എൻ്റെ വഴി കൂടെ പോകാത്ത അവിടുത്തെ മാഷന്മാർ നമ്മുടെ സീനിയേഴ്സായിട്ടുള്ള ഗുരുനാഥന്മാരെ പോലെ ആൾ പറഞ്ഞു നാടകം കളിക്കണം, ശരി കളിക്കാം. ഞാനാണ് അതിൽ ക്ഷയരോഗി പുരുഷൻ. അവരാ നിശ്ചയിക്കുന്നത്. എൻ്റെ ആരോഗ്യമൊക്കെ അത്ര ഇതാണ്. എന്നെ കണ്ട ക്ഷയരോഗിയാന്ന് തോന്നുന്നു, പക്ഷെ അഭിനയിക്കാൻ പറ്റുമെന്ന് അറിയില്ല. അന്ന് SK പൊറ്റക്കാട്ട് ഞങ്ങളുടെ മുഖ്യാതിഥിയായിരുന്നു വാർഷികത്തിന്. അപ്പോൾ അതൊരു വശത്ത് പേടി. ഞാൻ അദ്ദേഹത്തിൻ്റെ ഒഴുക്കൊക്കെ കഴിഞ്ഞ് പിന്നെ അദ്ദേഹം നാടകം കാണാനിരിക്കുന്നു, എൻ്റെ ഈ ഇതൊക്കെ കാണുമെന്നുള്ളത്. പക്ഷേ എനിക്കൊരു വലിയ കോംപ്ലിമെൻ്റ്. ഞാൻ ഈ ചുമച്ച് അഭിനയിക്കല്ലേ, ഞങ്ങളുടെ ഈ വേലിയുടെ അപ്പുറത്ത് ഒരു കുടുംബം താമസിക്കുന്നു. അതിലൊരു 10-17 വയസ്സായിട്ടൊരു പെൺകുട്ടിയാണ്. അവിടെ നിന്നിട്ട് ഇങ്ങനെ ഇടയ്ക്ക് തന്നെ നോക്കുന്നതൊക്കെ ഞാൻ കാണാം. പിറ്റേന്ന് ഞാനിത് കഴിഞ്ഞിട്ടിരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കത്ത് ഇങ്ങോട്ട് ഇറക്കും. എനിക്ക് പേടിയുണ്ട് അതേ സമയത്ത്. ഇനി ആ കാലത്ത് വല്ല പ്രേമലേഖനോ അങ്ങനത്തെ വല്ലതാണോ അതും പേടിയിട്ടു. കത്ത് വായിച്ചപ്പോൾ വേറൊന്നുമില്ല, പേടിക്കേണ്ട പ്രായമാണ് അത്. വേറൊന്നുമില്ല കത്ത്. ഇന്നലെ വേലിയുടെ അപ്പുറത്ത് നിന്ന് ഞാൻ നാടകം കണ്ടു. നിങ്ങൾക്ക് ശരിക്ക് സൂക്കറുണ്ടോ, അത് നാടകത്തിന് വേണ്ടി കാണിച്ചതാണോ, അത്രേ അറിയേണ്ടത്. അതും അവസാനമായിട്ട് അഭിനയിച്ചത് അത് തന്നെയാണ്. അന്ന് ഈ അങ്ങനെ ഒരു നാടകങ്ങൾ അരങ്ങേറുന്ന മാത്രമാണ് അതോ ഇന്നത്തെ പിന്നെ പ്രൊഫഷണൽ നാടകങ്ങൾ പോലെ ഇത് നിരവധി വേദികളിൽ പോയി അഭിനയിക്കുന്ന? പിന്നെ ഇത് ഭൂമിയാണൊക്കെ പലയിടത്തും. ഇത് ഭൂമിയാണ് 1953 ഡിസംബർ 17 ഞാൻ ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ഇന്നും അവതരിപ്പിക്കണം. അന്ന് KP ഉമ്മറൊക്കെ ആ നാടകം. അതിനു മുമ്പ് KP ഉമ്മർ നടിയായിരുന്നു, പെൺവേഷങ്ങൾ ചെയ്യുന്ന. സാഹിത്യരംഗത്തൊക്കെ ഉള്ള ഒരുപാട് പേരുമായിട്ടുള്ള അടുപ്പങ്ങളുണ്ടല്ലേ കോഴിക്കോടൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഇപ്പോൾ സാഹിത്യരംഗത്തുള്ള എല്ലാവരുമായിട്ടുള്ള അടുപ്പം അങ്ങേക്കുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് MT വ്യത്യസ്തനാക്കുന്നത് എന്താണെന്നാണ് തോന്നിയിട്ടുള്ളത്? പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ ആ ക്യാരക്ടർ എന്ന് പറയുന്നതാണല്ലോ ഇപ്പോഴും ആ ക്യാരക്ടർ എന്നെ അത്ഭുതപ്പെടുന്നു. കാരണം ഞാൻ ദേശീയ സമ്മാനം വാങ്ങുന്നത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത കൊല്ലമാണ് MT വാങ്ങുന്നത്. പിന്നെ MT അങ്ങ് ഓടുക എന്നൊക്കെ വിട്ടിട്ട്.